പുള്ളിക്ക് പണിയെടുക്കുകയാണ് ഇ ഡി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. VD സതീശനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് മാസപ്പടിയിൽ ഇ ഡി വന്നത്. മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളിൽ തെളിവെന്താണെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു. CMRL മാസപ്പടി വിവാദത്തിലെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്താനാണ് ഇ ഡിയുടെ അന്വേഷണം. വീണ തൈക്കണ്ടിയുടെ കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുക. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നിർണായക നീക്കം. പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ ECIR രജിസ്റ്റർ ചെയ്തു. CMRLിലെ പ്രധാന ഉദ്യോഗസ്ഥരെ ഇ ഡി ഉടൻ ചോദ്യം ചെയ്യും. മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഡിയുടെ രംഗപ്രവേശം. CMRൽ നിന്നും പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളെയും സ്ഥാപന ഉടമകളെയും ഇ ഡി ചോദ്യം ചെയ്തേക്കും. ഇടപാട് അഴിമതിയാണെന്നും CBIയും അന്വേഷിക്കണമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഇ ഡി മാത്രമല്ല CBIയുടെയും സാന്നിധ്യം ഈ കേസിൽ ആവശ്യമാണ്. കാരണം വലിയൊരു അഴിമതിയാണ് നടന്നിട്ടുള്ളത്, സാമ്പത്തിക കുറ്റകൃത്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ കൈപ്പറ്റിയിട്ടുള്ള പണം അവരൊരു സേവനവും നൽകാതെ കൈപ്പറ്റിയിട്ടുള്ള പണമാണെന്നുള്ളത് വ്യക്തമാണ്. എക്സാലോജിക്ക് CMRൽ നിന്നും കൈപ്പറ്റിയ 1.72 കോടി രൂപ കൈക്കൂലിയാണെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ. ഈ സാഹചര്യത്തിൽ ഇടപാടിലെ അഴിമതി CBI അന്വേഷിക്കുമെന്നും സൂചനയുണ്ട്. മാസപ്പടി വിവാദത്തിലെ SFIO അന്വേഷണ റിപ്പോർട്ടും നിർണായകമാകും. അതിനിടെ എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് SFIO അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 12 സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച രേഖകളിൽ വിശദ പരിശോധന നടക്കുകയാണ്. CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഏറെ വൈകാതെ വീണയെയും SFIO ചോദ്യം ചെയ്യും. റിപ്പോർട്ടർ R. ഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.